ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോണത് ഒരു കഫ്താൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് പാർട്ടി വെയർ ആയിട്ടുള്ള കഫ്താനാണ്. അതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും പിന്നെ ഹാൻഡ് വർക്കും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കരുതിയാണ്. ഇതിനു മുമ്പ് നമ്മൾ നെയ്റ്റിയുടേത് ഇട്ടിട്ടുണ്ടായിരുന്നു, കഫ്താൻ നെയ്റ്റിയുടേത്, പിന്നെ കഫ്താൻ അബായയുടെ സ്റ്റിച്ച് ചെയ്യുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം പാർട്ടി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഫ്താൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ലൈൻസ് വരുന്ന ടൈപ്പ് മെറ്റീരിയലാണ്, നല്ല സൂപ്പർ മെറ്റീരിയലാണിത്. അതിനായിട്ട് ആദ്യം ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഞാൻ നെക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. ആദ്യം നെക്ക് അടയാളപ്പെടുത്തി കൊടുത്തു, പിന്നെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തു, പിന്നെ കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുത്തു. ഇതുപോലെ കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ബ്രസ്റ്റ് അളവും ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇതുപോലെ ബ്രസ്റ്റ് അളവ് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഷേപ്പ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെ ഷേപ്പും എല്ലാം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഇത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇവിടെ കട്ടിംഗ് ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് കട്ടിംഗ് ഒന്നുമില്ല. നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഇതിൽ കട്ടിംഗ് ഒന്നുമില്ല, ലൈനിങ് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, പുറത്തുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യുന്നില്ല. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം മറുപുറവും നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലെ അടുത്ത സൈഡ് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക, കറക്റ്റായിട്ട് വെച്ച്. അതിനുശേഷം നമുക്ക് നെക്ക് നമ്മളിവിടെ കൊടുക്കുന്നത് വീനെക്കാണ്. വീനെക്കായിട്ട് അതിൽ ഡിസൈൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഒരു ഫ്ലവറും പിന്നെ മിറർ വർക്കുമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മിറർ വർക്ക് ചെയ്യുന്ന വീഡിയോ ഇതിനു മുമ്പ് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. മെഷീനിൽ എങ്ങനെ മിറർ വർക്ക് ചെയ്യാന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ വീനെക്ക് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. 2 സൈഡിലും അപ്പുറം ഇപ്പുറമൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അപ്പുറത്തെ സൈഡിലും നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കറക്റ്റായിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് അവിടെ വരച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് നിവർത്തിയിട്ടിട്ട് ആ നെക്കിൻ്റെ എല്ലാം കറക്റ്റായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഫ്രണ്ട് നെക്ക് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. നമ്മൾ അടയാളപ്പെടുത്തിയിൽ നിന്നും ഒരു 1/2 ഇഞ്ചോളം പുറത്തേക്കാണ് നമ്മൾ വീണ്ടും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അവിടെ നമ്മൾ ഫ്ലവറൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മുടെ നോർമൽ നെക്കിൻ്റെ അളവാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുക. അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ പുറത്തേക്ക് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഫ്ലവറിന് വെച്ച് നോക്കുക, എങ്ങനെയാണ് നമുക്ക് എത്രയാണ് അളവ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് നോക്കിയിട്ട് അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് 2 സൈഡിലും നമുക്കിതുപോലെ കട്ട് ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് താഴേക്ക് ഒരു ഫ്ലവറും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 2 സൈഡിലും വെച്ച് കൊടുത്തിട്ട് താഴേക്കും വെച്ച് കൊടുക്കണം. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് 3 എണ്ണം ഞാൻ വെക്കാമെന്നാണ് ആദ്യം കരുതിയത്. പിന്നെ വേണ്ട, 1 എണ്ണം മതി എന്ന് കരുതി. പിന്നെ താഴേക്ക് നമുക്ക് മിറർ വർക്ക് ചെയ്യാമല്ലോ എന്ന് കരുതി. അപ്പം നമുക്കിങ്ങനെ അതൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിനുശേഷം ഞാനിവിടെ മിറർ വർക്ക് ചെയ്യാനുള്ള മിററെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫ്ലവറിൻ്റെ ഉള്ളിലും ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പുറത്തൂടെയൊക്കെ ആയിട്ട് ഒരു ഡിസൈനാക്കി ഞാനത് ഒട്ടിച്ചു കൊടുത്തു. അത് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് സ്റ്റിച്ച് ചെയ്യണം. ഫ്ലവറിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ ഗ്രീൻ നൂല് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പുറത്തുള്ളത് ഗോൾഡൻ വെച്ച് അത് സ്റ്റിച്ച് ചെയ്യുന്ന ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ പോയി കണ്ടാൽ മതി. മിറർ വർക്ക് നമ്മൾ എങ്ങനെയാണ് മെഷീനിൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഇതുപോലെ ഇത് 4 സൈഡിലും നമ്മൾ കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടതിൻ്റെ അകത്ത് 2 സൈഡിലാണ്, മുകളിലും താഴെയാണ് ഇടുന്നത്. ഇത് 4 സൈഡിലും നമ്മൾ ത്രെഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയി കാണാം. അപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പം ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ മിറർ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം. ലൈനിങ് ഇതുപോലെ 4ആയിട്ട് മടക്കി ഇടുക. എന്നിട്ട് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക, കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കുക. നോർമൽ ടോപ്പിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ. അതിന് നമ്മൾ സ്ലീവ് ഇതിൽ കട്ട് ചെയ്യുന്നില്ല. സ്ലീവിൻ്റെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ
ബ്രസ്റ്റ് അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക, ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് താഴേക്ക് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് അത് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതിൽ കൈക്കുഴി സ്ലീവ് ഒന്നും സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നില്ല. അതായത് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് നെക്കൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കറക്റ്റായിട്ട് നെക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അപ്പം നമ്മൾ സ്ലീവ് ഒന്നും കട്ട് ചെയ്യുന്നില്ല, പിന്നെ ഇതുപോലെ സൈഡ് മാത്രം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നെക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് നെക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് നെക്കും അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ നല്ല പീസിൽ കട്ട് ചെയ്തിട്ടില്ല, നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. നമ്മളത് കട്ട് ചെയ്തിട്ടില്ല. ഇതിൽ തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് അതിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇതുപോലെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഫുള്ളായിട്ട് ബാക്കും നെക്കും ഒക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എന്നിട്ട് സെൻറ്റർ ഒന്ന് കൊത്തിട്ട് കൊടുക്കുക നമുക്കറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് 2 സ്ലീവിൻ്റെയും താഴ്ഭാഗം അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് അടിച്ചു മറിച്ചെടുക്കണം. അത് ഉള്ളും പുറമൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് ലൈനിങ് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് റൗണ്ടിന് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീനേക്കാണ് നമുക്ക് വരുന്നത്. അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല പീസിൻ്റെ നെക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അത് ഫുള്ളായിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അത് ഉള്ളിലേക്ക് മറിച്ച് കൊത്തിട്ട് കൊടുത്തിട്ട് സാധാരണ നെക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഉള്ളിലേക്ക് മറിച്ചെടുക്കണം. ഞാനിത് ഫുള്ളായിട്ട് അടിച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഉള്ളിലേക്കൊക്കെ മറിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് അരികത്ത് കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് അരികത്ത് കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സ്ലീവിൻ്റെ അരികത ലൈനിങ്ങിൻ്റെ സ്ലീവിൻ്റെ അരികെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ലൈനിങ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ലൈനിങ്ങിൻ്റെ 2 സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല പീസ് വെക്കുന്നില്ല, ലൈനിങ് മാത്രമാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷമാണ് നല്ല പീസ് സെപ്പറേറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ലൈനിങ്ങിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് അടിച്ചു, ലൈനിങ്ങിൻ്റെ താഴ്ഭാഗവും അടിച്ചു. അങ്ങനെയാണ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഇത് കണ്ടോ ഇതുപോലെ എടുത്ത് വയ്ക്കുക. കഫ്താൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് കറക്റ്റ് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ലെവലാക്കി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ 2 സൈഡും ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് വെച്ച് 2 സൈഡും ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ട അതനുസരിച്ച് നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴ്ഭാഗം ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനിവിടെ താഴ്ഭാഗം ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുവാണ്. ഫുള്ളായിട്ട് താഴ്ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് 2 സൈഡും അടിച്ചു കൊടുക്കണം. നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് 2 സൈഡും നമ്മൾ അടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് ഈ കഫ്താൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാനിവിടെ താഴ്ഭാഗം ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് സ്ലീവിൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയ ഭാഗത്തുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ ഷേപ്പാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ആ ഷേപ്പിനനുസരിച്ച് കറക്റ്റായിട്ട് വെച്ച് നമുക്ക് ഇത്രയേ ഉള്ളൂ പാർട്ടി വെയർ കഫ്താൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.